സീസൺ തുടങ്ങി ട്രാൻസ്ഫർ വിൻഡോ അവസാനിക്കാറായി. പക്ഷേ ബാർസലോണ ഇതുവരെ ഒരു സ്ട്രൈക്കറെ സൈൻ ചെയ്തിട്ടില്ല. റോബർട്ട് ലെവൻഡോസ്കി ടീം വിട്ട അന്നു മുതൽ ഒരു CFനെ സെൻട്രൽ ഫോർവേഡ് കളിക്കാൻ പറ്റുന്ന ഒരു താരത്തെ കൊണ്ടുവരല് ബാർസലോണയെ സംബന്ധിച്ച് നിർബന്ധമായിട്ടുള്ള കാര്യമായിരുന്നു. പക്ഷേ അവർക്ക് ഇതുവരെ അതിന് സാധിച്ചിട്ടില്ല. പലപ്പോഴും ബാക്കപ്പ് ഓപ്ഷൻ ആയിരുന്ന ഒരു താരമായിരുന്നു ഫെറാൻ ടോറസ്. അദ്ദേഹം പോലും PSG പോയതോടുകൂടി ഇനി ആരായിരിക്കും ബാർസലോണയുടെ സെൻട്രൽ ഫോർവേഡ് നമ്പർ 9 ആയിട്ട് കളിക്കാൻ പറ്റുന്ന താരം? മറ്റ് ആരാണ് ബാർസലോണയിൽ നിലവിലുള്ളത്? നമ്മൾ പലപ്പോഴും മുമ്പേ കേട്ടിരുന്ന ഒരു ന്യൂസായിരുന്നു അൽവാരസ് ടു ബാർസലോണ എന്ന്. പക്ഷേ ആ ഡീല് ഇനി നടക്കില്ല. ലൂയിസ് സുവാരസിനാണെങ്കിലോ പൊന്നും വിലയാണ് സ്പോർട്ടിംഗ് CP ചോദിക്കുന്നത്. ബാർസലോണ അദ്ദേഹത്തിന് വേണ്ടി രംഗത്തെത്തി എന്നറിഞ്ഞുകൊണ്ട് തന്നെ ആകണം. 80 മില്യണൊക്കെയാണ് ലൂയിസ് സുവാരസിന് വേണ്ടി സ്പോർട്ടിംഗ് CP ആവശ്യപ്പെട്ടിരുന്നത്. പിന്നീടുള്ള ഒരു ഓപ്ഷനായിരുന്നു ലൗട്രോ മാർട്ടിനസ് ടു ബാർസലോണ എന്ന്. പക്ഷേ ആ ഡീലും നടക്കാൻ സാധ്യത ഇല്ല എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പറയുന്നത്. കാരണം ഇന്ററിൻ്റെ പ്രസിഡന്റ് പോലും രംഗത്തെത്തിക്കൊണ്ട് മാർട്ടിനസിനെ ഞങ്ങൾ വിൽക്കുന്നില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ്. കാര്യങ്ങൾ അങ്ങനെയൊക്കെ ആണെങ്കിലും നിലവിൽ ബാർസലോണയിൽ ഒരു 1-ാം നമ്പർ സ്ട്രൈക്കർ തന്നെ അവർക്ക് ഒപ്പമുണ്ട്. ഹംസ അബ്ദുൽ കരീം, വെറും 18 വയസ്സ് മാത്രം പ്രായമുള്ള ഈജിപ്ഷ്യൻ താരം. 18-ാം വയസ്സിൽ തന്നെ ബാർസലോണയുടെ മെയിൻ ടീമിലേക്ക് ഹാൻസി ഫ്ലിക്ക് അവനെ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കുക അദ്ദേഹത്തിൻ്റെ പൊട്ടൻഷ്യൽ എന്തായിരിക്കും എന്നുള്ളത്. ഈജിപ്തിലെ അൽ അഹ്ലിയിലൂടെയാണ് അദ്ദേഹത്തിൻ്റെ കരിയറിന് തുടക്കം കുറിക്കുന്നത്. പക്ഷേ ബാർസലോണയെ സംബന്ധിച്ച് അവർ അദ്ദേഹത്തിലേക്ക് ആകർഷിക്കുന്നത് 2000 അണ്ടർ-17 വേൾഡ് കപ്പിൽ അദ്ദേഹത്തിൻ്റെ പ്രകടനം കണ്ടാണ്. ആ വേൾഡ് കപ്പിൽ 4 മത്സരങ്ങളിൽ നിന്ന് 3 ഗോളുകൾ അദ്ദേഹം നേടുന്നുണ്ട്. അതോടൊപ്പം തന്നെ 2024-25 ആ ഒരു കാലയളവിൽ മാത്രമായിട്ട് അണ്ടർ-17 ടീമിന് വേണ്ടി അദ്ദേഹം 17 മത്സരങ്ങളിൽ നിന്ന് 12 ഗോളുകളൊക്കെ നേടുന്നുണ്ട്. വേൾഡ് കപ്പിലെ പ്രകടനം ബാർസലോണയുടെ കണ്ണിലുടക്കുന്നു. അങ്ങനെ ലോണിൽ ടീമിലേക്ക് കൊണ്ടുവരുന്നു അദ്ദേഹത്തെ. പിന്നീട് 2029 വരെ അദ്ദേഹത്തിന് കരാർ നൽകുന്നു. 1.5 മില്യൻ്റെ ഒരു ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റിലാണ് ഒരു ഫ്യൂച്ചർ സ്ട്രൈക്കറെ, ഒരു ടാലൻറ്റിനെ ബാർസലോണ കണ്ടെത്തുന്നത്. ഇക്കഴിഞ്ഞ 2026 ഫിഫ വേൾഡ് കപ്പിലും അദ്ദേഹം ഈജിപ്തിൻ്റെ നാഷണൽ ടീമിന് വേണ്ടി അദ്ദേഹം അരങ്ങേറ്റം കുറിക്കുന്നുണ്ട്. മോസലയുടെ പകരക്കാരനായിട്ടാണ് അദ്ദേഹം വേൾഡ് കപ്പിൽ അരങ്ങേറുന്നത്. അതോടുകൂടി ഈജിപ്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ വേൾഡ് കപ്പ് അപ്പിയറൻസ് നടത്തുന്ന ആദ്യത്തെ താരമായിട്ട് ഈ 18-കാരൻ ഹംസ മാറിയിരിക്കുകയാണ്. അതോടുകൂടിയാണ് ബാർസലോണയുടെ പ്രീ സീസൺ മത്സരങ്ങളിലും അദ്ദേഹത്തിന് ഹാൻസി ഫ്ലിക്കിൻ്റെ ടീമിലും മത്സരങ്ങളിലും അദ്ദേഹത്തിന് അവസരം ലഭിക്കുന്നത്. ബ്രിമിംഗ്ഹാം സിറ്റി, ബെസൽ, അൽ അഹ്ലി തുടങ്ങിയ ക്ലബ്ബുകൾക്കെതിരെ അദ്ദേഹം പ്രീ സീസണിൽ ഗോളടിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. അൽ അഹ്ലി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ മുൻ ക്ലബ്ബാണ്. അവർക്കെതിരെ പോലും അദ്ദേഹം ഗോളടിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. അടുത്ത മോസലയാണ് എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ വാഴ്ത്തുന്ന ഒരു രംഗം നമ്മൾ കാണാറുണ്ട്. അതോടൊപ്പം തന്നെ ഈജിപ്തിലെ ഹാളൻഡാണ് എന്ന് വരെ അദ്ദേഹത്തെ വിശേഷിപ്പിക്കാറുണ്ട്. അദ്ദേഹത്തിൻ്റെ ഫിസിക്കും അദ്ദേഹത്തിൻ്റെ ആ ഒരു ശാരീരിക ഘടനയും കണ്ടാണ് അത്തരം ഒരു സ്റ്റേറ്റ്മെൻറ്റിലേക്ക് ആരാധകർ എത്തിയിരിക്കുന്നത്. സോ ബാർസലോണയുടെ ഒരു അക്കാദമി പ്രോസ്പെക്റ്റ് എന്ന നിലയിൽ അദ്ദേഹത്തെ കണക്കാക്കണ്ട. ഹാൻസി ഫ്ലിക്കിൻ്റെ ഫസ്റ്റ് ടീമിൻ്റെ പ്ലാനിൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു യുവ സ്ട്രൈക്കറായിട്ട് അദ്ദേഹം മാറിയിരിക്കുകയാണ്. എക്സ്പീരിയൻസിൻ്റെ അഭാവമുണ്ടെങ്കിൽ കൂടി നിലവിൽ ബാർസലോണയെ സംബന്ധിച്ച് അവർക്കൊരു സ്ട്രൈക്കർ ഇല്ലാത്ത ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ ഒരു നമ്പർ 9 ആയിട്ട് ഫിസിക്കൽ പ്രസൻസ് ഉള്ള, അപാര ഫിനിഷിംഗ് ഉള്ള, കമ്പോഷറുള്ള ഹംസ അബ്ദുൽ കരീം എന്ന് പറയുന്ന ഈ താരം ബാർസലോണയെ സംബന്ധിച്ച് അവർക്കൊരു പെർഫെക്റ്റ് ഓപ്ഷൻ തന്നെയായിരിക്കും.